ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഗൈസ്. ഞാൻ കുളിക്കാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഉലുവ വെള്ളത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ തേക്കാൻ പോവുകയാണ്, തലയിൽ ഒരു പാക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നതല്ലേ എന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാ ഒരു കണ്ടന്റ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത് ഗൈസ്, നിങ്ങൾ പറയൂ. അപ്പോൾ എന്ത് പാക്കാണെന്ന് ചോദിച്ചാൽ ഉലുവ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഉലുവ എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും. ഉലുവ തലേദിവസം വെള്ളത്തിട്ട് കുതിർത്തിട്ട് അതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയും അല്ലെങ്കിൽ ചെമ്പരത്തി പൂവ്, കറ്റാർവാഴ, തുളസിയില, പിന്നെ മൈലാഞ്ചിയില ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യൽ. ഞാനൊരു കുറേ ആയി, ഒരു മാസത്തോളമായി ഇപ്പോൾ പാക്ക് ഇട്ടിട്ട്. അതിൻ്റെ നല്ല ഒരു കുറവ് എൻ്റെ മുടിയിൽ കാണാനുണ്ട്. കാരണം മുടി ഫുള്ള് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, കണ്ടോ. അപ്പോൾ ഞാൻ വീക്കിലി ഞാൻ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ മുടിയിൽ ഇടലുണ്ട്. പക്ഷെ ഇപ്പോൾ ലേറ്റ് നല്ല അങ്ങനെ അടിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ടിട്ട് ക്ലാസ് തിരക്ക് അങ്ങനെ പോയതുകൊണ്ട് ഞാനിപ്പോൾ ഇടലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളും ഇത് ചെയ്ത് നോക്കിക്കോളും. നമുക്ക് ഡാൻഡ്രഫ് മാറാൻ ബെസ്റ്റ് ആണ്. എൻ്റെ തലയിൽ ഇപ്പോൾ അത്യാവശ്യം ഡാൻഡ്രഫൊക്കെ വന്നതിന് മുഖത്തൊക്കെ കുരുവൊക്കെ ആയിട്ടുണ്ട് ഗൈസ് എന്നറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നീണ്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ മുടി ഫുള്ളും പോകും. ഇപ്പോൾ തന്നെ കൊഴിയിൽ നല്ലോണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പാക്ക് ഇടാം, മുടി ഒന്ന് സ്ട്രോങ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. വരും. അപ്പോൾ ഗൈസ്, ഒരു മിക്സിയുടെ ജാറിൽ ഞാനിത് ഉലുവ വെള്ളത്തിട്ടതാണ്. എനിക്ക് എൻ്റെ ഹെയറിന് ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇതിന് വെള്ളം നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ അധികം വെള്ളം എടുക്കുന്നില്ല. പാകത്തിന് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഉലുവ എടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ നമ്മുടെ ഇലകളാണ് കേട്ടോ. ഞാനിതിൽ എൻ്റെ മുടി കുറച്ച് എനിക്ക് ഫുള്ള് നല്ല ബ്ലാക്കായിരിക്കുന്നത് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മൈലാഞ്ചിയുടെ ഇല എടുത്തിട്ടുണ്ട്, പിന്നെ തുളസി ഇല എടുത്തിട്ടുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് മിക്സിയിലിട്ട് ഒരു നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ട് അത് പിഴിഞ്ഞത് ഞാൻ വഴി കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് താരനൊക്കെ മാറാൻ ബെസ്റ്റാണ്. ചെറിയ ഉള്ളിയും ഒരു ഉള്ളിയൊക്കെ നല്ല ബെസ്റ്റാണ്. അപ്പോൾ വേണമെങ്കിൽ അതൊക്കെ ഇടാം. എനിക്ക് ഓവർ സ്മെല്ലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇടാത്തത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ട് അരക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ജാറിലിട്ടിട്ട് ഫുള്ള് എല്ലാ സാധനങ്ങളും ഇട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് എല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇട്ട് അരക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിനാക്കി എടുക്കാൻ മതി കേട്ടോ. ഇത് തന്നെ നമ്മളത് ഒരു ചോർത്തിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ ഓവർ ലോങ് ഹെയർ ഒക്കെ ആണെങ്കിലും മുടിയിൽ നിന്ന് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം മുടിയിൽ ചിക്കും ചെടിയെല്ലാം കളഞ്ഞിട്ട് മുടിയിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ തേക്കണം മുടിയിൽ. അതൊക്കെ തേച്ചിട്ട് മുടി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഓരോരോ ഭാഗമായിട്ട് പറഞ്ഞാൽ പിന്നെ കണ്ടിട്ടിട്ട് കെട്ടി വെച്ചിരിക്കുന്നത് കുറച്ച് ബാക്കിയുണ്ട്. കുറച്ച് ബാക്കിയുള്ളത് നമുക്ക് ഈ കെട്ടിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഹെയറിലേക്ക് പിടിക്കുമ്പോൾ നമ്മൾ സ്കാൽപ്പിലാണ് നല്ലോണം പിടിപ്പിച്ചിരിക്കണത്. ബാക്കിയുള്ളത് നമുക്ക് എടുക്കാൻ തേച്ച് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനത്തെ പാക്കൊക്കെ ഇടുമ്പോൾ പഴയ ഡ്രസ്സ് ഇടാൻ നോക്കുക, അല്ലെങ്കിൽ ഡ്രസ്സ് കളയാവും. ഇതിൽ മൈലാഞ്ചി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കളയാവാൻ നല്ല ചാൻസ് ഉണ്ട്. സോ പഴയ ഡ്രസ്സ് ഇടാം. അപ്പോൾ നമ്മൾ ഹെയറിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് 1 അവർ വെക്കാം. കൂടുതൽ തണുപ്പ് പറ്റാത്തവർക്കാണെങ്കിൽ ഹാഫ് ആൻ അവർ വെച്ചാൽ മതി, അല്ലെങ്കിൽ 20 മിനിറ്റോ ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് സാധാ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. അടിപൊളി റിസൾട്ടാണ്. വീക്ക്ലി വൺസ് ചെയ്ത് കഴിഞ്ഞാൽ താരൻ കംപ്ലീറ്റ് പോകുന്നു ഉറപ്പാണ്. ഞാൻ യൂസ് ചെയ്യുന്നതായിരുന്നു കുറേ ആയിട്ട്, 2-3 മാസമായിട്ട് യൂസ് ചെയ്യാത്തതിൻ്റെ നല്ലൊരു കേട് എൻ്റെ മുടിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കുളിച്ചിലും അതിൻ്റെ താരനുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഈ പാക്ക് ഇട്ടത്. അതുകൊണ്ടാണ് ഉലുവ അറിയാമല്ലോ, ഇവിടെ ഗുണങ്ങൾ അറിയാമല്ലോ, നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ്. പിന്നെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യില്ല ഞാനിത് കഴുകിക്കളയുമ്പോൾ. കാരണം നമ്മൾ ചെമ്പരത്തിൻ്റെ ഇലയിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഷാമ്പൂ കണ്ടീഷണറിൻ്റെ ഒരു എഫക്റ്റ് ചെമ്പരത്തിൻ്റെ ഇലയ്ക്കും പൂവിനെല്ലാം ഉണ്ട്. അത് യൂസ് ചെയ്ത് അത് നല്ലതായിരിക്കും.
അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാനിതിൻ്റെ റിസൾട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.